ലൈവില് കുറച്ചു നേരം മുമ്പ് നടന്നൊരു സംഭവമാണ്. സാബുമാനെയും നൂറിനെയും ജയിലിൽ പ്രവേശിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഷാനവാസ്, അനീഷ, അനിമോളൊക്കെ ജയിലിന്റെ ഏരിയയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡോറ് തുറന്ന് അനീഷാണ് അവരെ ഹൗസിനകത്തേക്ക് കയറ്റുന്നത്. അപ്പൊ അനിമോൾ അപ്പൊ തന്നെ പറയുന്നുണ്ട്, ഈ ജയിലിന്റെ താക്കോൽ അനീഷേട്ടന്റെ കയ്യിൽ ഇരിക്കട്ടെ, അനീഷേട്ടന്റെ പേരിലുള്ള ജയിലാണല്ലോ, അനീഷേട്ടന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ താക്കോൽ അനീഷിന്റെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അനീഷ് ജയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങളുടെ സാധനങ്ങളാണ്, നല്ല സൗകര്യമുണ്ട്, വീട് ഫുൾ കാണാനായിട്ട് പറ്റും ഇവിടെ നിന്നുകൊണ്ട് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അനിമോൾ അവിടെ പോയിട്ട് ഇതൊക്കെ ഞങ്ങളുടെ കുട്ടികളാണ് എന്നുവെച്ചാൽ അനീഷിന്റെ അനീഷേട്ടന്റെ എന്റെയും കുട്ടികളാണെന്ന് പറഞ്ഞ് കാണിക്കുന്നു. പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ ഈ തമാശ രീതിയിൽ ഇവര് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, അനിമോൾക്ക് എന്ത് ഗെയിം വേണേലും അവിടെ കളിക്കാം, എന്ത് ഡ്രാമ വേണേലും കളിക്കാം. അതൊക്കെ സപ്പോർട്ട് ചെയ്യാനും വെളുപ്പിക്കാനും ഒക്കെ പുറത്ത് ആളുകൾ ഇരിപ്പുണ്ട്. അവർ കുത്തിയിരുന്ന് തേച്ചൊരച്ച് വെളുപ്പിച്ച് മെനയാക്കിക്കോളും. അപ്പോഴും അവിടെ എന്താണ് ഡീഗ്രേഡിങ് വരുന്നത് നമ്മുടെ സാധാരണക്കാരനാണ് എപ്പോഴും ഡീഗ്രേഡിങ്ങിന് ഇരയാകുന്നത്. അത് ഞാൻ ഇരവാദം മുഴക്കൊന്നും അല്ല. അനീഷിന് വേണ്ടി സംസാരിക്കാൻ പൊതുവെ ആളുകൾ കുറവാണ്. അനീഷ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ അനീഷിന്റെ മൈൻഡിൽ കൂടി പോകുന്നത് എന്തായിരിക്കും, ഏത് രീതിയിലായിരിക്കും അനീഷ് ഈ ഒരു കാര്യങ്ങളെയൊക്കെ നോക്കി കാണുന്നതെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഹാർട്ട് ബ്രോക്കൺ ആണ്, തീർച്ചയായിട്ടും ഹാർട്ട് ബ്രോക്കൺ ആവും. ഒരാളെ റിജക്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഹാർട്ട് ബ്രോക്കൺ ആവും. ജയിൽ നോമിനേറ്റ് ചെയ്തു, പക വീട്ടി ഇതൊക്കെയാണ് പറയുന്നത്. അത്രയിലും ചെയ്യണ്ടേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ഡ്രാമയും കളിച്ച് ഒരാളുടെ ഇമോഷൻസ് വെച്ച് ഗെയിം കളിച്ചിട്ട് വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്റെ അനീഷേട്ടനെ കുട്ടികളാണ് ഇതൊക്കെ. അത് ഷാനവാസ് അത് കളിയാക്കുന്നുണ്ട്. അപ്പൊ തന്നെ എന്തോ കൗണ്ടർ ഷാനവാസ് അടിക്കുന്നുണ്ട്. ഒരു മര്യാദയൊക്കെ വേണ്ടേ? എന്തേലും ഇച്ചിരിയെങ്കിലും ഒരു മര്യാദ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കളിക്കുവോ? ഇത്തിരിയെങ്കിലും ഒരു മര്യാദ വെച്ച് ഗെയിം കളിക്കണ്ടേ? വെളുപ്പിക്കാൻ പുറത്ത് ആളിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ എന്തും ആവാന്നാണോ? വേറൊരാൾക്ക് എന്താണ് ഫീലിങ്സ് ഇല്ലേ? അവർക്കെന്താണ്, അവരുടെ മാനസിക തലങ്ങൾ എന്തായിരിക്കും, ഏതായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ഒരു ബോധമില്ല. അവിടെ അങ്ങനെ ഒരു ജോക്ക് അടിക്കേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു? ഇങ്ങനെയുള്ള ജോക്കുകളിലൂടെയാണ് അനീഷിന് അനിമോളോട് ഇഷ്ടം തോന്നിയത്. ഇങ്ങനെയുള്ള ഓരോ തമാശ കാണിച്ച്, ഗോഷ്ടികൾ കാണിച്ച്, ഹാർട്ടും ലവും കാണിച്ച് അനീഷിനെ വഷളാക്കിയതാണ്. ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരാളെ പറ്റി എനിക്ക് പറയേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റിനെ പറ്റി തീർച്ചയായിട്ടും തെറ്റാണെന്ന് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്. ബിഗ് ബോസ് പോലൊരു ഷോയ്ക്കകത്ത് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അത് മുറുക്കെ പിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അനീഷ് അനിമോളുടെ ഫീലിങ്സ് വെച്ച് ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞ് അനീഷിനെ വിമർശിക്കുന്നവരോട് എനിക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. അനിമോളല്ലേ യഥാർത്ഥത്തിൽ അനീഷിന്റെ ഫീലിങ്സ് വെച്ച് ഗെയിം കളിച്ചത്? അനീഷ് അവിടെ ചെയ്തത് ഒരു തെറ്റുമില്ല, ഒരു തെറ്റും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ജയിൽ നോമിനേറ്റ് ചെയ്തതാണെങ്കിലും രാവിലെ പ്രപ്പോസ് ചെയ്തതാണല്ലോ, രാവിലെ പ്രപ്പോസ് ചെയ്ത ആളെ വേണം ജയിൽ നോമിനേറ്റ് ഒക്കെ ചെയ്യാം. ബിഗ് ബോസ് ആണ്, എന്തും നടക്കാം. അങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ വരും, ഒരു കുഴപ്പമില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.